ദൈവതിരുനാമത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവകുഞ്ഞുങ്ങളെ, ഈ പ്രഭാതത്തിൽ അല്പസമയത്ത് ചിന്തയ്ക്ക് ആധാരമായി ദൈവജനത്തിൽ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ പറയുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. ഏലിയാവിൻ്റെ പ്രാർത്ഥന ചിലതിനെ അടച്ചു, ചിലതിനെ തുറന്നു. അപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശം അടച്ചു. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശത്തെ തുറന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയാൽ അടയുന്ന കാര്യങ്ങളുമുണ്ട്, പ്രാർത്ഥനയാൽ തുറക്കപ്പെടുന്ന വാതിലുകളുമുണ്ട്. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ പ്രാർത്ഥന അടയ്ക്കുന്ന വാതിലുകളെ വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. പ്രാർത്ഥന തുറന്ന വാതിലുകളെ കുറിച്ചും നമ്മളോട് പറയുന്നുണ്ട്. ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിപെട്ട് ഏകാഗ്രതയോടെയും വിശ്വസ്തയോടെയും തിരുമുൻപിൽ പ്രാർത്ഥിച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ നടുമുറ്റം വിടുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ അരുളപ്പാട് അവൻ്റെ അടുക്കലെത്തി. അതിൻ പ്രകാരം യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം നീട്ടിയിരിക്കുന്നു എന്ന ദൈവാലോചന അറിയിക്കുവാനിടയായിത്തീർന്നു. താൻ ചെയ്തത് ഒറ്റ കാര്യമാണ്. ചുമരിൻ്റെ നേരെ തിരിഞ്ഞ്, അല്ലെങ്കിൽ തന്നോടുള്ള ദൂത് കേട്ടപ്പോൾ, മരണത്തിൻ്റെ ദൂത് കേട്ടപ്പോൾ, നീ അവസാനിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ, നീ തീർന്നു കുഞ്ഞെ, ഇനി നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നിന്റെ ഗൃഹകാര്യം ക്രമീകരിച്ചു കൊള്ളുക എന്ന ദൂത് കേട്ടപ്പോൾ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് ഏകാഗ്രതയോടും വിശ്വസ്തയോടും ദൈവമുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ഈ വചനങ്ങളെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് കഴിയാത്ത ഏതൊരു കാര്യമാകട്ടെ, എത്ര വലിയ കാര്യമാകട്ടെ, നീ ദൈവ സന്നിധിയിലേക്ക് തിരിഞ്ഞ് ഏകാഗ്ര ഹൃദയത്തോടും വിശ്വസ്തയോടും ദൈവ മുൻപിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ മുൻപിൽ ചില യെശയ്യാവുമാരെ അയക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് നീ തിരിച്ചറിയണം. യെശയ്യാ പ്രവാചകൻ നടുമുറ്റം വിടുന്നതിന് മുൻപ്, ദൂത് പറഞ്ഞവനവിടുന്ന് നടുമുറ്റം വിടുന്നതിന് മുൻപ്, നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി മടങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൂത് പറയാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിനക്ക് ദൈവത്തോടുള്ള ഏകാഗ്രതയും ദൈവത്തോടുള്ള വിശ്വസ്തതയും നിന്റെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ, കുഞ്ഞെ, ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ ദൂതായിട്ട് ഞാൻ നിനക്ക് കൈമാറുകയാ. നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ, നിന്റെ തലമുറയിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ, നിന്റെ സാമ്പത്തിക മേഖലയിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ, നിന്റെ ജോലി മണ്ഡലത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ, നിന്റെ തലമുറകൾ കടന്നു പോകുന്ന മേഖലകളിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഈ വചനങ്ങളെ നീ വിശ്വസിക്കുന്നെങ്കിൽ, ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, അങ്ങ് ദൂരെ സഞ്ചരിക്കുന്ന ദൈവശക്തി, വിദൂരങ്ങളിൽ സഞ്ചരിക്കുന്ന ദൈവശക്തി നിന്റെ തലമുറയുടെ മേൽ പകർന്ന് ഒരു വിടുതൽ വ്യാപരിക്കുമെന്ന് പരിശുദ്ധാത്മ പ്രേരിതനായി ഞാൻ വിളിച്ചു പറയുകയാണ്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഭൃത്യൻ പ്രാർത്ഥിച്ചപ്പോൾ, ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ, മരണത്തിൻ്റെ ദൂത് പോലും മാറ്റി എഴുതാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും അതിനെ മാറ്റി എഴുതാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. നീ അത് വിശ്വസിക്ക്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ഈ പ്രഭാതത്തിൽ ഒരു നിമിഷം നീ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേർതിരിച്ചാൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം കാണുവാനായിട്ടിടയായി തീരും. ദൈവകുഞ്ഞെ, നീ യേശുവിൽ വിശ്വസിച്ച് നിന്റെ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.
ഈ പ്രഭാതം അപ്രകാരം ഒരു വിടുതലിൻ്റെ പകൽക്കാലമായി മാറട്ടെ. ഈ പ്രഭാതം ഒരു നന്മയുടെ പകൽക്കാലമായി മാറട്ടെ. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ കാണുന്ന പകൽക്കാലമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന ചിലതിനെ അടയ്ക്കും, പ്രാർത്ഥന ചിലതിനെ തുറക്കും. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മരണം മാറിപ്പോയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുന്ന വ്യക്തികൾ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില വാതിലുകളെ അവർക്ക് വേണ്ടി തുറക്കണമേ. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.